ജെറുസലേമിലെ കർത്താവിനെ സ്തുതിക്കുക എന്നരുൾ ചെയ്ത യേശുനാഥ, ഞങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വേണ യേശുവേ. എൻ്റെ ചെല്ല മക്കൾക്കെല്ലാം സുഖമാണോ? ഹാപ്പിയാണോ? എൻ്റെ ചെല്ലങ്ങളെല്ലാം സുഖമായിരിക്കണം, സന്തോഷമായിരിക്കണം. എനിക്ക് ദൈവം എന്നോട് അരുൾ ചെയ്യണം, നിങ്ങളോടെല്ലാം എന്ത് ചെയ്യണം? സ്നേഹമായിരിക്കണമെന്നാണ്. എൻ്റെ ചെല്ല മക്കളോടെല്ലാം സ്നേഹമായിരിക്കണം, എല്ലാവരുടെയും സന്തോഷമായിരിക്കണം, നിങ്ങൾ സുഖമായിരിക്കണമെന്ന് ചോദിക്കണം. ഇതൊക്കെയാണ് ദൈവം അമ്മയോട് ഓരോ ദിവസവും അമ്മയ്ക്ക് തരണം ഓരോരോ ഇതുകൾ. അമ്മ എത്ര സങ്കടത്തിരുന്നാലും നിങ്ങളൊക്കെ സുഖമായിരിക്കണോ? അതൊക്കെ അമ്മയ്ക്കും അറിയാതെ, അമ്മയ്ക്ക് ഒരു വാക്ക് ചോദിക്കാതെ അമ്മയ്ക്ക് ഒരു സന്തോഷമില്ല. നിങ്ങളെല്ലാം സന്തോഷമായിരിക്കണം, ഹാപ്പി ആയിരിക്കണം. കുടുംബജീവിതമെല്ലാം നിങ്ങൾ സന്തോഷമായി ജീവിക്കണം. അമ്മ ഒരു ഞായറാഴ്ചയായിരുന്നു യേശുവിൻ്റെ ജ്ഞാനസ്നാനമാണ്. എൻ്റെ ദൈവമെന്ന് എൻ്റെ മകൻ എന്ന് പറഞ്ഞ യേശുവിൻ്റെ എൻ്റെ ദൈവത്തിൻ്റെ ജ്ഞാനസ്നാനമാണ് ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ ഒത്തിരി അമ്മയ്ക്ക് സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ യേശു ജനിച്ചെന്ന് അമ്മയ്ക്കൊരു പുത്രൻ ഉണ്ടായെന്ന് പറഞ്ഞപ്പോഴേ ഈ വചനത്തിൽ നടന്നതുപോലെല്ലാം നാണക്കേട് അമ്മയ്ക്കുണ്ടായി. അമ്മ ബദലഹേമിൽ ഓടി. ഇപ്പം ഗസമത്തോട്ടത്തിൽ അമ്മ പോകയില്ല. അപ്പോൾ ഇനി അമ്മ നാളെ തൊട്ട് എന്ത് ചെയ്യും? അമ്മ ഗസമത്തോട്ടത്തിലോട്ടാണ് പള്ളിയിൽ പോകുക. അപ്പോൾ അമ്മയ്ക്ക് ഇനി എൻ്റെ യേശുവിൻ്റെ ജ്ഞാനസ്നാനമാണെന്ന് ഞായറാഴ്ച. ഒത്തിരി സന്തോഷമുണ്ട്. ഈ വചനത്തിൽ കൂടെ നടക്കുമ്പോൾ അമ്മയുടെ ജീവിതത്തിലും അതൊക്കെ അങ്ങനെ തന്നെ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട്. അങ്ങനെ തന്നെ ആവട്ടെ. ദൈവത്തിന് എന്തൊരു ഹിതം അത് നിറവേറിക്കോട്ടെ. അമ്മയുടെ തലയിൽ കൂടെ ആണെങ്കിലും അമ്മയുടെ ജീവിതത്തിൽ കൂടെ ആയിട്ടെങ്കിലും അതൊക്കെ നിറവേറട്ടെ എന്ന് വെച്ചാൽ അത്രയ്ക്ക് വചനമാണ് അമ്മയുടെ ഹൃദയത്തിലോട്ടും ഇതിലൊക്കെ ആയിട്ട് എന്ത് ചെയ്യണേ എല്ലാം പാസ് ചെയ്ത് പോണത്. അപ്പോൾ അമ്മയ്ക്ക് അത് അനുഗ്രഹമായി തീരട്ടെ എന്ന് അമ്മ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ചെല്ല മക്കൾ സ്വരം കേൾക്കണ എല്ലാ മക്കൾക്കും എല്ലാ അനുഗ്രഹങ്ങളും കിട്ടട്ടെ. രോഗങ്ങളായിരിക്കുന്ന എല്ലാ മക്കളെയും രോഗസൗഖ്യം കിട്ടട്ടെ. വേദനയിലിരിക്കുന്ന എല്ലാ മക്കളും വേദനകൾ തീരട്ടെ. എന്ന് ഭർത്താവും ഭാര്യയായിട്ടൊക്കെ പിണങ്ങിയിരിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കും മക്കളെ. എറിഞ്ഞിട്ട് പോകാൻ എളുപ്പം, പക്ഷേ അത് കുടുംബജീവിതത്തിന് ഒരുമിച്ച് പിടിപ്പിക്കാൻ ഒത്തിരി പാടുണ്ട്. നുണകളെല്ലാം ആളുകൾ പറഞ്ഞു കൊടുക്കും. പിന്നെ പിരിഞ്ഞു പോയാൽ പിന്നെ ഒരിക്കലും ചേരാൻ പറ്റൂല. ഒത്തിരി ആളുകൾ അതിൽ ഇട കളിച്ച് കളയും. എന്ന് വെച്ചാൽ അവർ ഒരുമിച്ച് ചേരാതിരിക്കാൻ ആളുകൾക്കാണ് പിന്നെ വ്യഗ്രത കൂടുതൽ. നമ്മളെ ജീവിതത്തിനെ തകർത്ത് അവർ കയ്യിൽ തരും. അതുകൊണ്ട് നമ്മളെ ജീവിതം തകരാതെ നമ്മൾ തന്നെ സൂക്ഷിക്കേണ്ടതുണ്ട്. കുടുംബജീവിതത്തിൽ നമ്മൾ ചില കുറേ പൈസകളെല്ലാം നമ്മൾ എറിഞ്ഞിട്ട് പോയാൽ നമ്മളെ പൈസകളെല്ലാം പോകും. നമ്മളെ മക്കളെല്ലാം അനാഥ മന്ദിരത്തിൽ പോകും. ഒത്തിരി അങ്ങനെയൊക്കെ നമുക്ക് സഹിക്കാനുണ്ട്. ഇപ്പോൾ ഹോട്ടലിൽ തന്നെ രണ്ടുപേർ മരിച്ചു. അപ്പോൾ അതെന്തിനു പോയാൽ രണ്ടുപേർക്ക് മക്കളുള്ളവരാണ്. എന്തിനിങ്ങനെ സ്നേഹിച്ച് പോയത്? വേണ്ട മക്കളെ, ആരെയും സ്നേഹിക്കേണ്ട. സ്നേഹം വേദനയാണ്. വചനം ദൈവമാണ് മക്കളെ. ദൈവം സ്നേഹമാണ്. സ്നേഹം എന്താണ്? മരണമാണ്. കൂടുതൽ നമ്മൾ സ്നേഹിക്കുമ്പോൾ എന്ത് ചെയ്യും? ഭർത്താവിനെ ആയാലും മക്കളായാലും കൂടുതൽ സ്നേഹിക്കുമ്പോൾ ചിലപ്പോൾ അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എന്തൊരു വേദനയായിരിക്കും. മരണത്തിൻ്റെ തുല്യമായ വേദന കിട്ടും മക്കളെ. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ മുറുകെ പിടിക്കുക. വചനമായ ദൈവത്തെ മുറുകെ പിടിച്ച് നിങ്ങൾ സന്തോഷമായി ജീവിക്കുക. നിങ്ങൾ എല്ലാ മക്കൾക്കും എല്ലാ രോഗസൗഖ്യവും തലവേദനയും ചുമയും എല്ലാം കുടുംബജീവിതത്തിലെ മാനസിക പ്രശ്നങ്ങളും എല്ലാം നിങ്ങളുടെ കുടുംബജീവിതത്തിലെല്ലാം മാറട്ടെ മക്കളെ. അമ്മ പ്രാർത്ഥിക്കുകയാണ് എല്ലാ മക്കൾക്കും എല്ലാ രോഗസൗഖ്യവും എല്ലാം അമ്മ അനുഗ്രഹിക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എൻ്റെ സ്വരം കേൾക്കുന്ന എല്ലാ മക്കൾക്കും എല്ലാ അനുഗ്രഹങ്ങളും കുടുംബജീവിതത്തിൽ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് മക്കളെ. ഇല്ലാത്തവരാരുമില്ല. കണ്ണീര് വരാത്ത മക്കൾ ആരുമില്ല. ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എല്ലാവർക്കും കണ്ണീരുണ്ട്. എല്ലാവരുടെ വീട്ടിലും മരണമുണ്ട്. ചിലപ്പോൾ നമ്മളെ അമ്മയുടെ വീട്ടിലും മരിച്ചു. എൻ്റെ പപ്പയാണ് മരിച്ചത്. പക്ഷേ ഒരു ഒരു ദൈവത്തെ പറഞ്ഞപ്പോൾ അമ്മ ഒരോട് പറഞ്ഞ് അങ്ങനെ പറയല്ലേ. പപ്പ അത് അനുസരിക്കാതെ ഒരിക്കൽ പറഞ്ഞപ്പം പപ്പയുടെ 2 വിരൽ പോയി. ഒരിക്കൽ പറഞ്ഞപ്പം പപ്പ മരിക്കേണ്ട ഒരവസ്ഥ പപ്പയ്ക്ക് വന്നു. അതാണ് പറഞ്ഞത്. വൈദ്യരെ ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല മക്കൾ. അവർ നമ്മൾ ദൈവമാണ്. അതാണ് അമ്മയെ പാടരുതെന്ന് പറഞ്ഞപ്പോഴും അമ്മ നിർത്തി. അമ്മ ഈ ഗസമത്തോട്ടത്തിൽ അമ്മ പാടുകയില്ല. ഇനി ഏതെങ്കിലും പള്ളിയിൽ പോകുമ്പോഴൊക്കെ ചിലപ്പോൾ അമ്മയ്ക്ക് ഓർമ്മ വരുമ്പോൾ ചിലപ്പം കൊതി തോന്നുമ്പോൾ അമ്മ ചിലപ്പം പാടിപ്പോകും. അവിടെ ഒക്കെ പോകുമ്പോൾ ഞാൻ ചിലപ്പം കൊതി തോന്നുമ്പോൾ പാടും. എന്നുവെച്ചാൽ അതങ്ങനെയാണ്. അപ്പം കൂടുതൽ പാടാൻ അമ്മയ്ക്ക് താല്പര്യമില്ല. ഒരു ദൈവമാണ് പറഞ്ഞിരിക്കുന്നത് പാടണ്ടെന്ന്. അതിലൊരു അനുഗ്രഹമുണ്ട്. അത് എന്താണെന്ന് അമ്മ കാത്തിരുന്ന് കാണുകയാണ്. ആ അനുഗ്രഹം എന്താണെന്ന് കാത്തിരുന്ന് കാണുകയാണ്. എന്ന് വെച്ചാൽ ദൈവം പറഞ്ഞത് അനുസരിച്ചേ പറ്റൂ മക്കളെ. അതാണ് അമ്മ പാട്ടും വചനമൊന്നുമില്ല. എനിക്ക് വലിയൊരു ഭാഗ്യം തന്നു കണ്ട മക്കളെ. ഈ യൂട്യൂബിലൂടെ തന്നെ നിങ്ങൾ എൻ്റെ മക്കളോടെയൊക്കെ ഇത് 3 പ്രാവശ്യം എൻ്റെ യൂട്യൂബ് കട്ടായതാണ്. എന്നിട്ട് ദൈവം പിന്നെയും 3ാമത്തെ പ്രാവശ്യമാണിത് പിന്നെയും നിങ്ങളുടെ മുമ്പിൽ എനിക്ക് വരാനുള്ള ഭാഗ്യം കിട്ടി. അപ്പോൾ ദൈവത്തിന് ഇഷ്ടമാണ് അമ്മ മക്കളോട് നാട് മൊത്തം നീ പ്രഘോഷിച്ചോ, പക്ഷേ ഈ പള്ളിയിൽ വേണ്ട എന്നുള്ള ദൈവത്തിൻ്റെ നിശ്ചയമാണ് മക്കളെ. അത്
അമ്മയ്ക്ക് കണ്ട ഈ നിങ്ങളോടൊക്കെ സംസാരിക്കാനും നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനും നിങ്ങൾക്ക് ഓരോ അനുഗ്രഹങ്ങൾ തരുവാനും എല്ലാം ഈ യൂട്യൂബ് വഴി അമ്മയ്ക്ക് വരാൻ പറ്റി. അതുകൊണ്ട് എൻ്റെ ചെല്ല മക്കളെല്ലാം സന്തോഷമായിരിക്കും. വേദനയും പ്രയാസങ്ങളെല്ലാം നിങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം അനുഗ്രഹങ്ങളായി തീരും മക്കളെ. കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ക്ഷമിക്കുക മക്കളെ. അമ്മയുടെ കുടുംബജീവിതത്തിലും ഉണ്ട് പ്രശ്നങ്ങളും എല്ലാം. അമ്മയുടെ കുടുംബജീവിതത്തിൽ അമ്മയുടെ മോൻ കോളേജിൽ പഠിക്കുന്ന മോനെ എൻ്റെ കൂടെ പിണങ്ങി എനിക്ക് ഉമ്മവും തന്നിട്ടാണ് കൊടുക്കാൻ പോയത്. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ട് മക്കളെ. പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ട്. എന്നിട്ട് അവൻ ലാസ്റ്റ് ഒരു ഉമ്മ തന്നിട്ട് പോയപ്പോൾ അമ്മയുടെ വിഷമങ്ങളെല്ലാം തീർന്നു. അങ്ങനെയാവണം. അപ്പോൾ അതുകൊണ്ട് എല്ലാ കുടുംബജീവിതത്തിലും എല്ലാ മക്കളും സന്തോഷമായിരിക്കണം. പഠിക്കാനുള്ള മക്കളുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ ശക്തമായിട്ട് പഠിക്കും. പിന്നെ ഇനി ഒരു അവസരം ഉണ്ടോ? ഇല്ല മക്കളെ. നമ്മൾ കുറച്ച് ദിവസത്തെ ജീവിതമാണ്. നമ്മൾ ഒരു പൂവിനെ പോലെയാണ്. നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിനെന്തിരെയും വാടി വിഴുന്ന് നമ്മൾ മണ്ണോട് ചേരാനുള്ളവരാണ്. അതുകൊണ്ട് നമ്മൾ ഇരിക്കുന്ന കാലം നമ്മൾ സന്തോഷത്തോടെയും ക്ഷമയോടെയും സ്നേഹത്തോടെയും നമുക്ക് ആരെയും കുറ്റപ്പെടുത്താതെയും ആരെയും വേദനിപ്പിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നിടത്തോളം ജീവിക്കാം. എന്ന് വെച്ചാൽ ഇന്നത്തെ കാലം തിന്മയുടെ കാലം കൂടുതലാണ്. നമ്മൾ സന്തോഷമായിട്ട് ആരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ അത് അവരെ ജീവിതത്തിന് നശിപ്പിക്കണം. അങ്ങനെയുള്ള ഒരു ഇതിലോട്ടാണ് നമ്മളിപ്പോൾ എല്ലാ ആളുകളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ ജീവിതം അവരവരുടെ ജീവിതം ഒന്നും തന്നെ ആരെയും മിണ്ടിയില്ലെങ്കിൽ അവരെ കാര്യം പറഞ്ഞില്ല എങ്കിൽ പോലും അവർ തിരിഞ്ഞു പറഞ്ഞു അയ്യോ അവരെ കാര്യമാണ് പറയണേ എന്നൊക്കെ ഉള്ള സംശയങ്ങൾ. ദൈവമേ, അങ്ങനെയുള്ള ഓരോരോ ഘട്ടങ്ങളിൽ കൂടെയാണ് കടന്നു പോകുന്നത് മക്കളെ. നിങ്ങളെല്ലാം നിങ്ങളെ കാര്യങ്ങൾ ചിന്തിച്ചും കുടുംബത്തെ നോക്കി നിങ്ങൾ സന്തോഷമായിരിക്കുക മക്കളെ. അപ്പം നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തരും. സത്യസന്ധമായിരിക്കും. ആ സത്യമേ ജയിക്കും മക്കളെ. കള്ളം പറയണത് നമുക്ക് അത് ചിലപ്പോൾ നമ്മളെ നാശത്തിലോട്ട് നമ്മളെ കൊണ്ടുവിടും. അതുകൊണ്ട് നിങ്ങൾ സത്യസന്ധമായിരിക്കുക. എല്ലാ മക്കളും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കട്ടെ. എല്ലാവരും അവരവർക്ക് കിട്ടിയ ജോലികൾ സന്തോഷത്തോടെ ചെയ്യുക മക്കളെ. അത് കുറഞ്ഞു പോയി, എനിക്ക് ഇതിനേക്കാളും വലിയ ജോലി വേണമായിരുന്നു. ദൈവത്തിന് ഇഷ്ടം ഈ ജോലിയാണ് മക്കളെ. നീ അത് സന്തോഷത്തോടെ ചെയ്യുമ്പം നിനക്ക് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം അത് തന്നെ ചെയ്യും. ആമക്കളായാലും ശരി പെൺമക്കളായാലും ശരി, നിങ്ങൾക്ക് കിട്ടിയ ജോലികൾ, നിങ്ങൾക്ക് കിട്ടിയ കഴിവുകൾ, നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുക മക്കളെ. കുടുംബജീവിതമുള്ളവർ കുടുംബജീവിതത്തിനെ കൈവിടാതെ അതിനെ തകർക്കുവാൻ ചിലപ്പം ഒരുപാട് പ്രശ്നങ്ങൾ വരും പറയും. അതൊക്കെ നമ്മൾ തരണം ചെയ്ത് നിങ്ങൾ കുടുംബജീവിതത്തിന് മുമ്പോട്ട് കൊണ്ടുപോകുക. നിങ്ങൾ ഒരിക്കലും പാടിച്ചു വയ്ക്കരുത്. വേറൊരുത്തൻ്റെ കൂടെ നമ്മൾ ഇറങ്ങിപ്പോയാൽ നമ്മളെ മക്കളെല്ലാം അനാഥ മന്ദിരത്തിൽ പോകും. പിന്നെ ഇതാ കണ്ട ഹോട്ടലുകളിൽ മരിക്കും പോലെ നമ്മളെ ജീവിതവും മരണത്തിൽ തീരെയുള്ള മക്കളെ. സ്നേഹം ഇപ്പോഴും വേദനയായി തീരും. നമുക്ക് കിട്ടിയ ജീവിതത്തിനെ നമ്മൾ സന്തോഷത്തോടെ ദൈവത്തിനെ കൂടുതൽ സ്നേഹിച്ച് മുറുകെ പിടിച്ച് ആ വചനം അതിനെ നമ്മൾ മുറുകെ പിടിച്ച് നമ്മളെ നെഞ്ചോട് ചേർത്ത് വെച്ച് നമുക്ക് ജീവിക്കാം മക്കളെ. സന്തോഷത്തോടെ ജീവിക്കാം. നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും വരട്ടെ. രോഗങ്ങളെല്ലാം മാറട്ടെ. എൻ്റെ ചില മക്കളെല്ലാം സന്തോഷമായിരിക്കട്ടെ. ഒരിക്കലും ഒരു രോഗം മാറാത്ത രോഗമില്ല. നിങ്ങൾ ബന്ധുക്കോസുകാരാണെങ്കിൽ മരുന്ന് കഴിക്കുകയില്ല. അമ്മ അതുപോലെ പറയല്ല. നിങ്ങൾ മരുന്നും കഴിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം മക്കളെ. ദൈവം നിങ്ങൾക്ക് അത് രോഗസൗഖ്യം തന്നെ ചെയ്യും. നിങ്ങളെല്ലാ മക്കളും അനുഗ്രഹമുള്ള മക്കളായിരിക്കട്ടെ. നിങ്ങളെല്ലാവരുടെ രോഗങ്ങൾ മാറട്ടെ. മക്കളില്ലാതിരിക്കണവർക്കൊക്കെ മക്കൾ കിട്ടട്ടെ. എൻ്റെ ചില മക്കളെല്ലാം മക്കൾ കിട്ടി നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക. എണ്ണ പലഹാരമൊക്കെ ഒഴിവാക്കുക. മക്കളില്ലാതിരിക്കണവരൊക്കെ അവർ എക്സസൈസ്, എല്ലാവർക്കും എക്സസൈസാണ് മെയിൻ മക്കളെ. രാവിലെ നിങ്ങൾ എഴുതിച്ച് എക്സസൈസ് ചെയ്തിട്ട് ആഹാരം കഴിക്കുക. എങ്കിൽ നിങ്ങൾക്ക് ഒരു രോഗവും വരില്ല. അല്ലെങ്കിൽ പെട്ടെന്ന് രോഗങ്ങൾ വന്ന് നമ്മളെ തളർത്തിക്കളയും. നിങ്ങൾ എക്സസൈസ് ചെയ്യണ മക്കളായിരിക്കണം. എൻ്റെ ചെല്ല മക്കൾക്കെല്ലാം എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് അമ്മ വയ്ക്കട്ടെ. ചെല്ല മക്കളെ കരുണയുടെ സഹായം ഇതിൽ ചെയ്യണേ മക്കളെ. നിങ്ങൾ എല്ലാ മക്കളും ചെയ്യണം. ഇതുവരെയ്ക്കും ആരും ഒന്നും ചെയ്തിട്ടില്ല. എന്നാലും കുഴപ്പമില്ല. അമ്മയ്ക്ക് ആരോടെയും ഒരു പിണക്കവും ഇല്ല. എല്ലാവരുടെയും ദൈവം പറഞ്ഞിരിക്കുകയാണ് എൻ്റെ ചെല്ല മക്കളെല്ലാം എന്തിനാണ് നീ നല്ല സ്നേഹിക്കണം. എനിക്ക് സ്നേഹമാണ് നിങ്ങളോടെല്ലാം. അപ്പം നിങ്ങളെ കുടുംബജീവിതത്തെ അതുപോലെ സ്നേഹിച്ച് സന്തോഷമായിരിക്കുക. നിങ്ങളെ മനസ്സ് സന്തോഷമാകുമ്പോൾ നിങ്ങളെ പകുതി രോഗം മാറും. അതുകൊണ്ട് നിങ്ങളെല്ലാം സന്തോഷമായിരിക്കുക, ഹാപ്പി ആയിരിക്കുക. വയ്ക്കട്ടെ.